ഞാൻ മീഡിയ മാത്രമേ കുറ്റം പറയണുള്ളൂ കേട്ടോ. കാരണം നമ്മളൊക്കെ സാധാരണക്കാരായ ലാലേട്ടൻ ഫാൻസാണ്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടിട്ട് അങ്ങ് മറന്നളയും, ആ സ്റ്റോറി അങ്ങ് മറന്നളയും. ഇവരിതിനെ ഊതിപ്പെരുക്കി ഉള്ള വഴി പോണവരെയൊക്കെ പിടിച്ച് ചാനൽ ചർച്ചയ്ക്ക് കൊണ്ടിരുത്തി ആവശ്യമില്ലാതെയാണ് ഇത്ര വഷളാക്കിയത്. ഞാൻ അവനുമായിട്ട് വഴക്കൊക്കെയായിരുന്നു. അപ്പോൾ അവൻ എന്നെ കാണിച്ചേരിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് സെക്കൻഡ് ടൈം അവൻ വന്നത്, എന്നെ കൊണ്ടുവന്നത്. ചില ഭാഗങ്ങൾ ഇപ്പം ബ്രൂട്ടൽ സീൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിച്ചു, പക്ഷെ അതൊന്നും അത്ര വന്നില്ല. എനിക്ക് പക്ഷെ അങ്ങനെ വേറെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാൻ മോഹൻലാൽ ഫാനാണ്. മൂവി എടുത്തിരിക്കുന്ന രീതിയാണ് വളരെ ഇഷ്ടപ്പെട്ടത്. അത് ഈ ഡബ് ചെയ്തപ്പോൾ വീണ്ടും വീണ്ടും അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഡബ് ചെയ്തതാണോ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കൊള്ളായിരുന്നു, നല്ല സിനിമ. ആവറേജ് ആണ് മൂവി. കട്ട് ചെയ്ത വെർഷനാണ്. ബ്രൂട്ടൽ സീൻസ് ഒന്നും ഇല്ലെന്നാണ് അറിയാൻ പറ്റിയത്. കണ്ടപ്പോൾ അതാണ് അറിയാൻ പറ്റിയത്. അങ്ങനെയുള്ള പ്രശ്നമൊന്നും തോന്നിയില്ല, കുഴപ്പമില്ല. കട്ട് ചെയ്തിട്ട് വരുമ്പം ചില ഭാഗങ്ങൾ ഇപ്പം ബ്രൂട്ടൽ സീൻസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷിച്ചു, പക്ഷെ അതൊന്നും അത്ര വന്നില്ല. പിന്നെ എന്തൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ. പടം നല്ല പടമായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് പക്ഷെ അങ്ങനെ വേറെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ലൂസിഫർ കണ്ട അതേ എക്സൈറ്റ്മെൻറ്റോടെ തന്നെയാണ് എമ്പുരാനും കാണാൻ വന്നത്. എമ്പുരാൻ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആയിരുന്നു. നല്ല സീൻസ് ആയിരുന്നു, ഫ്രെയിമും എല്ലാം അടിപൊളിയായിരുന്നു. പറയാനും അതെനിക്ക് അറിയത്തില്ല, ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്സ് ആയിരുന്നു. മൊത്തത്തിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പടമാണ്, നല്ല മൂവിയാണ്. അല്ല, കട്ട് ചെയ്ത വർഷം എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, പക്ഷേ മൂവി നല്ല മൂവിയാണ്. അല്ല, ഞാൻ ഈ മൂവി കാണണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഞാൻ ഇതിൻ്റെ റീലും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. മീൻസ് ഇതിനു വേണ്ടി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ന്യൂസ്, ഫേസ്ബുക്ക് ന്യൂസോ അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം മൂവി എനിക്ക് എൻജോയ് ചെയ്ത് കാണണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇന്നേ വരാൻ പറ്റത്തുള്ളായിരുന്നു. സോ ഞങ്ങൾ നോർമലി മോഹൻലാൽ മൂവിയൊക്കെ ഫസ്റ്റ് ആദ്യത്തെ 1-2 ഡേയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയൊന്നും കണ്ടില്ല. നല്ല മൂവിയായിരുന്നു. ഞാൻ മോഹൻലാൽ ഫാനാണ്. മൂവി എടുത്തിരിക്കുന്ന രീതിയാണ് വളരെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. കട്ട് ചെയ്തായിട്ടും നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ അങ്ങനെ ഇനി എല്ലാവരും പറഞ്ഞ കണക്ക് സിനിമയായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ അത് വെറും ക്രിഞ്ച് ഡയലോഗായി പോകും. ഞാൻ മീഡിയ മാത്രമേ കുറ്റം പറയണുള്ളൂ കേട്ടോ. കാരണം നമ്മളൊക്കെ സാധാരണക്കാരായ ലാലേട്ടൻ ഫാൻസാണ്. ഈ പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് കണ്ടിട്ട് അങ്ങ് മറന്നളയും, ആ സ്റ്റോറി അങ്ങ് മറന്നളയും. ഇവരിതിനെ ഊതിപ്പെരുക്കി ഉള്ള വഴി പോണവരെയൊക്കെ പിടിച്ച് ചാനൽ ചർച്ചയ്ക്ക് കൊണ്ടിരുത്തി ആവശ്യമില്ലാതെയാണ് ഇത്ര വഷളാക്കിയത്. നോർമൽ പടമായിട്ട് കണ്ട ഒരു പ്രശ്നമില്ല. കിടിലം പടം അല്ലേ, അത് അമ്മയാണ്. എനിക്ക് നെഗറ്റീവായിട്ടൊന്നുമില്ല. ഇൻ്റർനാഷണൽ പടം എടുത്ത് വെച്ചിട്ട് അത് ഇനി എന്തെങ്കിലും നെഗറ്റീവ് ഞാൻ പറയും. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഫ്രണ്ട് റോയിലൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഒരു കഴുത്തൊക്കെ വരുമ്പോൾ ഒരു പ്രശ്നമായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് രോമാഞ്ചമാണ്. അമ്മാതിരി സാധനം സ്റ്റഫ്, ഇൻ്റർനാഷണൽ സ്റ്റഫ്. ഇല്ല കട്ട് ചെയ്യുന്നതിലൊന്നും ഒന്നുമില്ല, നമുക്കത് ഫീൽ ചെയ്യല്ല. നൈസ് പടം. അടിപൊളി. ഞാൻ പുറത്തൊക്കെ ഇത് കേട്ടിട്ട് വന്നപ്പം പ്രശ്നങ്ങളുള്ളതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിനെ സിനിമയായിട്ട് കാണാനുള്ളതേ ഉള്ളൂ. ഞാനും ഭയങ്കര ഒരു വിഷമത്തിലൊക്കെ തന്നെയായിരുന്നു പുറത്തെ ഇതൊക്കെ കേട്ടിട്ട്. അപ്പം ഞാൻ അവനുമായിട്ട് വഴക്കൊക്കെയായിരുന്നു. അപ്പോൾ അവൻ എന്നെ കാണിച്ചേരിക്കുള്ളൂ എന്ന് പറഞ്ഞാണ് സെക്കൻഡ് ടൈം അവൻ വന്നത്, എന്നെ കൊണ്ടുവന്നത്. സൂപ്പർ പടം, സിനിമയായിട്ട് കാണുക, അത്രയേ ഉള്ളൂ. അത് പുറത്ത് അവരുടെ ആവശ്യവും, പാർട്ടിക്കാരായാലും മറ്റുള്ളവരായാലും സാധാരണക്കാരായാലും അത് അവരുടെ ആവശ്യവും. പക്ഷെ സിനിമ തന്നെ. മീഡിയയാണ് പ്രശ്നം. ഇത് മര്യാദയ്ക്ക് പടം കണ്ടിട്ട് പോണവരെയും നല്ല കമൻറ്റ് ഇടുന്നവരെയും മീഡിയ ഇങ്ങനെ പറഞ്ഞ് ഇപ്പം ഞാൻ ഇപ്പോൾ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയി. ഇതെനിക്ക് ഇങ്ങനെ മീഡിയയുടെ ഇതിങ്ങനെ കേട്ട് വരുമ്പം എനിക്ക് പിന്നെ തോന്നും ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടാം. അങ്ങനെ ആൾക്കാരെ പറഞ്ഞ് ഈ മീഡിയയാണ് ഇത് പ്രശ്നം. മീഡിയ ഇല്ല, ഒന്നുമില്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ അതൊക്കെ ആവശ്യമുള്ള കാര്യമില്ല. അത് പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ട് തോന്നിയില്ല എനിക്ക്. കാരണം ആൻ്റണി ചേട്ടാ എന്ന് പറഞ്ഞ കണക്ക് അവർക്ക് അതൊരു വിഷമമായി തോന്നി അവരത് എഡിറ്റ് ചെയ്തു. അല്ലാതെ വേറെ അതിൽ പാർട്ടിപരമായിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല. എൻ്റെ പൊന്നു ബ്രോ, ഇതിൽ എന്തൊരു എക്സ്പീരിയൻസ് പറയുന്നത്. എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഔട്ടായിട്ട് നിൽക്കുകയാണ്. കാരണം ഫസ്റ്റ് എനിക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു പ്രശ്നം. കാരണം ഞാൻ പറഞ്ഞു ഏറ്റവും ഫ്രണ്ടിൽ തുറയിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ നോക്കി ഇരുന്ന് കഴുത്തൊരുമാതിരി അങ്ങനെ പ്രശ്നം. പക്ഷേ ഇപ്പം ഞാൻ ഇതിൽ സെൻട്രൽ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് കിടിലം പടം, ഒന്നും പറയില്ല. കിടിലം പടം. അത് ഇതിലൊക്കെ ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ ഞാൻ ഒന്ന്